ഔട്ടർ ആങ്കറേജിംഗ് സൗകര്യമുള്ള രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും ക്രൂ ചേഞ്ച് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതോടെ വിഴിഞ്ഞത്തും ക്രൂ ചേഞ്ചിങ്ങിന് അനുമതി. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഡയറക്ടർ ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനു വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ക്യാപ്റ്റൻ ബിപിൻ കുമാറാണ് ഉത്തരവിറക്കിയത്. സുരക്ഷ, സമയം, ഫീസ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നിരവധി ഭേദഗതികളോടെയാണ് ഉത്തരവ്. ക്രൂ ചേഞ്ച് ആരംഭിക്കുന്നതോടെ അന്താരാഷ്ട്ര തുറമുഖത്തോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ മാരിടൈം ബോർഡിന് കീഴിലെ വിഴിഞ്ഞം തുറമുഖത്തിനും നേട്ടമാകും. ഇതോടെ ഇരു തുറമുഖങ്ങളിലും ക്രൂ ചേഞ്ചിങ് നടത്താം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്രൂ ചേഞ്ച് വീണ്ടും വരുന്നത്. നിയമപരമായ നടപടികൾ പൂർത്തിയാകാൻ ഒരാഴ്ച വേണ്ടിവരുമെന്ന് അധികൃതർ പറഞ്ഞു. ക്രൂ ചേഞ്ച് പുനരാരംഭിക്കുന്നതോടെ സർക്കാരിന് ലഭിക്കുന്നത് കോടികളുടെ വരുമാനമാകും. തുറമുഖത്തിന് ഏറ്റവും അടുത്താണ് വിമാനത്താവളം എന്നതും സംസ്ഥാനത്തിന് നേട്ടമാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 10 കോടിയിലേറെ വരുമാന നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കോവിഡ് കാലത്തെ നിയന്ത്രണ ഭാഗമായി മറ്റു തുറമുഖങ്ങൾ അടച്ചപ്പോൾ വിഴിഞ്ഞത്ത് 2020 ജൂലൈയിൽ ആരംഭിച്ച ക്രൂ ചേഞ്ചിങ് 2022 ജൂലൈയിലാണ് നിർത്തിവെച്ചത്. തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സേഫ്റ്റി കോഡ് ലഭിച്ചെങ്കിലും നടപടികൾ വൈകുകയായിരുന്നു. 2 വർഷം നടത്തിയ ക്രൂ ചേഞ്ചിങ്ങിന് മികച്ച പ്രതികരണമാണ് കപ്പൽ കമ്പനികളിൽ നിന്ന് ലഭിച്ചത്. 2020 ജൂൺ 15-നാണ് വിഴിഞ്ഞത്ത് ആദ്യമായി ക്രൂ ചേഞ്ചിങ്ങിനായി കപ്പൽ അടുത്തത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഷിപ്പിംഗ് ഏജൻസികൾ വിഴിഞ്ഞത്ത് ചേഞ്ചിങ്ങിനായി കപ്പലുകൾ അടുപ്പിച്ചിരുന്നു. 2020-22 കാലയളവിൽ 736 മദർ വെസലുകളും സൂപ്പർ ടാങ്കറുകളും ഇവിടെ ക്രൂ ചേഞ്ചിങ്ങിനായി അടുത്തിരുന്നു. ഇതോടെ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് രാജ്യാന്തര ക്രൂ ചേഞ്ച് ആൻഡ് ബങ്കറിംഗ് പദവി നൽകിയിരുന്നു. 2 വർഷം 12,500 ജീവനക്കാർ ക്രൂ ചേഞ്ചിങ് നടത്തി. മറ്റൊരിടത്തുമില്ലാത്ത സമയലാഭവും സാമ്പത്തിക ലാഭവുമാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. വിഴിഞ്ഞത്തിനുപരി കൊച്ചിയിൽ ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ചിങ് നടന്നിരുന്നുവെങ്കിലും തീരത്ത് നിന്ന് 7 നോട്ടിക്കൽ അധികം ഉൾക്കടലിലാണ് കപ്പലുകൾ നങ്കൂരമിട്ടത്. കൂടാതെ അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ വരെ താണ്ടി വേണം ദൌത്യം പൂർത്തിയാക്കാൻ. തീരത്തോട് ചേർന്ന് 1 നോട്ടിക്കൽ ഉൾക്കടലിൽ നങ്കൂരമിടാനും അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നുവെന്ന പ്രത്യേകതയുമാണ് വിഴിഞ്ഞം ലോകരാജ്യങ്ങൾക്കും പ്രിയങ്കരമായത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ എവർഗ്രീനിന്റെ എവർ ഗ്ലോവ് ആദ്യമായി നങ്കൂരമിട്ടാണ് വിഴിഞ്ഞത്തിന്റെ മഹത്വം ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം ദിവസം 10 വരെ കൂറ്റൻ കപ്പലുകൾ ഇവിടെ വന്ന് ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു. അധികം താമസിക്കാതെ ആ കാലം തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് വിഴിഞ്ഞം മാരിടൈം ബോർഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു ചരക്കുനീക്ക കേന്ദ്രം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ വ്യവസായ ഹബ്ബായി മാറുകയാണ്. തുറമുഖത്തെ കേന്ദ്രീകരിച്ച വൻകിട വ്യവസായ ഇടനാഴികളും വികസന പദ്ധതികളുമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. തുറമുഖത്തെ അടിസ്ഥാനമാക്കി 3 ഘട്ടങ്ങളിലായി 3500 ഏക്കറിലധികം സ്ഥലത്ത് വ്യവസായ ഇടനാഴി വികസിപ്പിക്കുകയാണ്. ഇതിന്റെ 1ാം ഘട്ടമായി 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അടുത്ത 5 മുതൽ 8 വർഷത്തിനുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വ്യവസായ ലോജിസ്റ്റിക്സ് നിക്ഷേപങ്ങൾ ദക്ഷിണ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞത്തെ നാവായിക്കുളവുമായി ബന്ധിപ്പിക്കുന്ന 62.7 കിലോമീറ്റർ നീളമുള്ള പുതിയ 4 ലൈൻ ഔട്ടർ റിംഗ് റോഡിനായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വെയർഹൌസുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, എക്സ്പോർട്ട് ഹബ്ബുകൾ എന്നിവയടങ്ങുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാർ 3200 കോടി അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിഴിഞ്ഞത്തെ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മാസ്റ്റർ പ്ലാനും ഒപ്പിട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തെ കപ്പലുകൾ ഇന്ധനം നിറയ്ക്കാനുള്ള വൻകിട ഹബ്ബാക്കി മാറുകയാണ്. റെയിൽ അധിഷ്ഠിത കാർഗോ സംവിധാനങ്ങളും അത്യാധുനിക സംഭരണശാലകളും നിർമ്മിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് 9700 കോടി നിക്ഷേപിക്കുന്ന 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര ബർത്ത് നീളവും കൂട്ടും. ക്രൂയിസ് ടൂറിസം ഗേറ്റ് വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി 600 മീറ്റർ നീളമുള്ള ക്രൂയിസ് ടെർമിനലും പാസഞ്ചർ ഹബ്ബും വികസിപ്പിക്കുന്നു. ഇതോടൊപ്പം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഏരിയകൾ, കസ്റ്റംസ് ക്ലിയറൻസ് സൗകര്യങ്ങൾ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിവയടങ്ങുന്ന 20 ഏക്കറിലെ ക്രൂയിസ് വില്ലേജും വരാനിരിക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയും അതിന്റെ ഇരുവശങ്ങളിലുമായി വികസിക്കുന്ന വ്യവസായ പാർക്കുകളും കേരളത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതിക്കായി 8004.72 കോടിയുടെ വൻകിട ടെൻഡറും ക്ഷണിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം മുതൽ നാവായിക്കുളം വരെ 62.7 കിലോമീറ്റർ നീളത്തിലാണ് പ്രധാന പാത നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ തെക്കേട മുതൽ മംഗലപുരം വരെ 13.25 കിലോമീറ്റർ ലിങ്ക് റോഡും ഉണ്ടാകും. 45 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന ഈ 6 വരി ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയിൽ വേഗമേറിയ യാത്രയുറപ്പാക്കാൻ ആക്സസ് കൺട്രോൾ സംവിധാനം ഉണ്ടാകും. വിഴിഞ്ഞത്തും നാവായിക്കുളത്തും വലിയ ട്രംറ്റഡ് ഇന്റർചേഞ്ചുകളും പാതയിലുടനീളം 8 പ്രധാന ജംഗ്ഷനുകളും വികസിപ്പിക്കും. വ്യവസായ പാർക്കുകൾക്കായി നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട തുടങ്ങിയ മേഖലകളിലായി ആദ്യഘട്ടത്തിൽ 340 ഏക്കറിലധികം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കിൻഫ്രയാണ് ഇതിന്റെ നോഡൽ ഏജൻസി. ചരക്കുകൾ സൂക്ഷിക്കുന്നതിനും കൈമാറുന്നതിനുമായി
ഭാഗമായി വടക്ക് മംഗലപുരത്തും തെക്ക് നിറമാൻകുഴിയിലുമായി 60 ഏക്കർ വിസ്തൃതിയുള്ള വൻകിട ലോജിസ്റ്റിക് ഹബ്ബുകൾ വരുന്നു. ഈ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്കുകൾ നഗരത്തിലെ തിരക്കുകളിൽപ്പെടാതെ തമിഴ്നാട്ടിലേക്കും മധ്യവടക്കൻ കേരളത്തിലേക്കും അതിവേഗം എത്തിക്കാം. നോളജ് ഹബ്ബുകളും വെയർഹൌസുകളും സജ്ജമാകുന്നതോടെ ഏകദേശം 2.5 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ തലസ്ഥാന മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.